ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ആറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടൊന്ന് ഇന്ന് നേരത്തെ കാലത്ത് പണിയൊക്കെ തുടങ്ങി. ഇന്നലെ എന്നൊക്കെ ആകെ നേരം വൈകിയോണ്ട് ഇതെന്താ വെച്ചാൽ വെളുത്തുള്ളി ആകുമ്പോൾ നിങ്ങൾ വിചാരിച്ചില്ല ബിരിയാണി വെപ്പാണോ? ബിരിയാണി നല്ല ഇട്ടത്. ഒന്നാം നോമ്പിന് ഇതേപോലെ ചിന്നുക കുറേ തൊലിച്ച് കുപ്പിയിലാക്കി വെച്ചില്ലേ? ഒന്നാം നോമ്പിന് തന്നെയല്ലേ? അപ്പോൾ അതൊക്കെ തീർന്നപ്പോൾ ഇപ്പം ഒന്ന് ചിന്നു ഇങ്ങനെ അടുത്ത് തൊലിച്ച് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം തീർത്ത് വെക്കുക. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഞങ്ങൾ പണികൾ പറഞ്ഞാൽ പൊരി ഇതൊന്നുമല്ല, അല്ലാത്ത പണികളൊക്കെ രാവിലെ തീർക്കാൻ എഴുതിയിട്ട് അതൊരാളതേലെ വരുന്നത്. ഇതാരാ ഐസമോള്, അത് ഐസമോള്. അപ്പോൾ ഇതാക്കണ് ബീഫ് കറിക്കുള്ളതാട്ടോ. ബീഫ് ഇതാക്കണ് കറിയൊക്കെ ഉള്ളത് ഒക്കെ അരിഞ്ഞ് വെച്ചിന്. ഇതിൽ ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, ബീഫ് വരട്ട്. പിന്നെ ചിന്നൊന്ന് കടലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിനുള്ള കിഴങ്ങും ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി കുടിക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇന്നലത്തെ മാതിരി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിന്ന് പിന്നെ വാങ്ങി കൊടുത്താലും കടികളാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ തുടങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കട്ലേറ്റ് അല്ലേ, പിന്നെ പത്തിരി കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് അമ്മായികളൊക്കെ നോമ്പ് തുറക്കാണ്ട് വരുത്ത അമ്മായികൾ വരുന്നൊക്കെ പറഞ്ഞേന്. അപ്പോൾ ബീഫ് വരട്ടും ബീഫ് കറിയൊക്കെ ആട്ടോ ഒന്ന്. അപ്പോൾ ഇതെന്താ ഞങ്ങളൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും നോമ്പൊക്കെ അങ്ങനെ ഉണ്ട് ഇപ്പോൾ പറയട്ടോ. ചീത്താറിട്ടോ ഒരാളിപ്പോൾ എൻ്റെ ചീർപ്പൊക്കെ കൊണ്ടുവന്നാട്ടോ റൂമിലോട്ട്. പിന്നെന്താ ചിന്നു? പത്തിരി പണിയുണ്ട്, പരത്തിക്കണം. പത്തിരി പരത്തിയേക്കലാട്ടോ, ഇല്ലെങ്കിൽ ഉച്ചൻ്റെ ശേഷം പിന്നെ കഴിയൂല. അപ്പോൾ പരത്തിയേക്കല, ചുടാനെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരം കാണാല്ലേ? അല്ല, നിങ്ങളിപ്പോൾ കടലേറ്റ് ഉണ്ടാക്കൂലേ? കടലേറ്റ് കറി വെക്കണം കേട്ടോ. ബീഫ് ഇനി വല്ല വരട്ടയക്കണം, ഇനിയിപ്പോൾ കറി ഉണ്ടാക്കട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വൈകുന്നേരം ജ്യൂസ് അടിക്കലും ഇതൊക്കെ വൈകുന്നേരം കേട്ടോ. അപ്പോൾ എന്താണ് ജ്യൂസ് എന്നൊക്കെ വൈകുന്നേരം കാണിച്ചു തരാം. അപ്പോൾ അതാ കറി വെക്കാൻ പോകട്ടെ. ബീഫ് കറി ഇങ്ങനെ ആരും അങ്ങനെ കറി വെക്കലുണ്ടാവില്ല അല്ലേ? വാട്ടിക്കാണ്ട്. അപ്പോൾ വാട്ടിക്കാണ്ടാട്ടോ നമ്മളൊന്ന് കറി വെക്കണത്. ഇന്നല്ല, നമ്മൾ അധിക ദിവസം ഇപ്പം അങ്ങനെ വാട്ടിക്കാണ്ട വെക്കല്. ഇപ്പോൾ ഉലുവ കുറച്ചുകൊണ്ട് ഈ ഉള്ളി ഒരു കയ്യിൽ പോകാട്ടെ. ഇത് ചിക്കൻ കറി വെക്കണൊരു മോഡലില്ലേ? ചിക്കൻ കറിയാണ് സെയിം സാധനം, ബീഫാണെന്നല്ല. ഇതോടങ്ങനെയല്ല, ഇതോടെ മൊത്തത്തിൽ കുഴച്ചാണ്ട് ഒപ്പിട്ട് കുഴച്ചാണ്ടാണ് അങ്ങനെ വെക്കത്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ മോഡൽ വന്നൊന്നും ഈ മോഡലില്ലല്ലോ. ഇതിപ്പം നേരെ ഇറങ്ങിയല്ലേ? ആദ്യം ഉണ്ടോ? ചിന്നോടൊക്കെ വാട്ടിയുണ്ടാവും. ഓരോ ഭാഗത്തേക്ക് ഓരോ മോഡലായിട്ട്. ഇൻ്റോടത്ത് നല്ല കുറുകിയൊക്കെ. അപ്പോൾ അതാട്ടോ ഞാനും ചിന്നും കൂടി പത്തിരിയൊക്കെ കുഴച്ച് വട്ടാക്കിയാണ് വെച്ചു കേട്ടോ. അപ്പോൾ ചിന്നു പരത്തൽ തുടങ്ങി. പിന്നെ അതാ കട്ലേറ്റിനുള്ള കട അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാം. വാട്ടി വെച്ച കറി. ഇത് മറ്റേതായിട്ട് കളറിനൊക്കെ വ്യത്യാസമുണ്ട്. മറ്റേ വേറൊരു കളറാണല്ലോ തന്നെ. ഒറ്റ കൈ കൊണ്ട് മൂടി. അപ്പോൾ അതാ ബീഫിന് വേവട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരം കാണാല്ലേ? അല്ല, ഇവിടെ
ഇവിടെ ഇങ്ങനെ ഗിൽസാട്ടോ നമ്മളെ അടുക്കളക്ക്. അതാണ് നമ്മളെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെയിലും നീലൊക്കെ ഇങ്ങനെ ആയിട്ട് വരുന്നത്. ഇൻഷാ അല്ലാ പുതിയ വീടൊക്കെ എടുക്കുക ഞങ്ങൾ അല്ലേ. വീട് പൊളിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അതാണ് പത്തിരി ചൂടുന്ന പരിപാടി അമ്മക്കാട്ടോ കിട്ടിയത്. ഉമ്മാക്ക് സുഖമില്ല, ഉമ്മക്ക് എന്താ പറയുക പനിയൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് ഇപ്പോൾ വന്ന് നിസ്കരിക്കുക. അപ്പം അമ്മ വന്നപ്പോഴത്തേനും പത്തിരി ഇടലൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് കേട്ടോ പത്തിരി ഇടൽ. അതാണ് പത്തിരി ചുടുന്നത് കാണാത്തത് വീഡിയോയിൽ. പുറത്തടുക്കളയാണ് പത്തിരി ഇടൽ. ഇങ്ങനെ പുറത്തിങ്ങനെ അടുപ്പ് ഇതുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വിറകൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ. പത്തിരി പണിയിലാട്ടോ. ചിന്നോടെ ഉണ്ട് അപ്പുറത്തെ അടുക്കളയിൽ. എന്തൊക്കെ പണിയിലാട്ടോ. ആരാ ഞാൻ ചൂടണ പത്തിരി തിന്നണേ? ആ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പത്തിരി ഇടാൻ. ഇമ്മ വന്ന് അപ്പം ഉമ്മ പറഞ്ഞ് കുറച്ച് അകത്തുനിന്ന് ചുട്ടോന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം. ഉമ്മ അവിടുന്ന് ചൂടുണ്ട്. ചിങ്ങൻ്റെ കടലേറ്റ് ഇതാ പൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. നോമ്പ് വൈകുന്നേരമായി അവശയായിരുന്നു. ഈ ചട്ടം കൊണ്ട് മറിച്ചായില്ല. കഴിഞ്ഞു ഇവിടുത്തെ ചുടല് കഴിഞ്ഞു. ഇതാട്ടോ നമ്മൾ ഐസായങ്ങളോട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഐസനി അയാനി കാണിച്ചില്ല. അതിന് കാക്കൂ അല്ലേ? അതിന് വാവ കുറഞ്ഞു നീച്ചാട്ടോ ഉണ്ടാത്ത. അല്ലേലും അയറി നാളൊരു ജ്യൂസ് അടിക്കാണ്ട് കേട്ടോ ഗൈസ്. അല്ലാത്തൊക്കെ കഴിഞ്ഞു. ഇന്ന് മുഹബത്ത് കാ സർബത്ത് ഉണ്ട്. ആ സിനോന്റെ കൂടി അപ്പോൾക്ക് വല്ലാത്ത ആഗ്രഹം അത് കുടിക്കാൻ. അപ്പം അതാട്ടോ അതും പിന്നെ മിൻറ്റ് ലൈമായിട്ടൊന്നും അല്ല. അപ്പം ഞങ്ങൾക്ക് ആയിട്ട് കാണിച്ചെടുക്കല്ലേ. ഇനിയുണ്ട് ചൂടാനി? ഇനിയുണ്ടല്ലേ? മീൻ്റെ പത്തിരി അതാ പൊള്ളച്ച് താണൊക്കെ പോകണം. പാട്ടൻ്റെ പത്തിരി ചുടച്ച് ഇനി ജ്യൂസ് അടിക്കട്ടെ ഞാൻ. അപ്പോൾ ഒന്ന് കുറേ സമയമുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ വൈകിയതിനോട് ഒന്ന് എന്താ പറയുക നേരത്തെ തുടങ്ങി. അത് മാത്രമല്ല സമയം ബാക്കി ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതാ ബീഫ് കറി, ചായ, വത്തക്ക, പത്തിരി, കടലേറ്റ്, കറി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുഹബത്ത് സർവത്ത്, ഇത് മിൻറ്റ് ലൈം, ബീഫ് വരട്ടിയത് കാണുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ വെള്ളം കൊണ്ടുവച്ച് ഗ്ലാസും പ്ലേറ്റും അതൊക്കെ കൊണ്ടുവച്ച്. അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഇത് 6-ാം നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഇനി 7-ാം നോമ്പിൻ്റെ വിശേഷങ്ങൾ നാളെ കാണാം.